ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. മാഡ് സ്ക്വയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. കണ്ടവർക്ക് കണ്ടുനോക്കാവുന്നതാണ്. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ ലോഞ്ച് അടക്കാൻ പോകാണ് മാർച്ച് 23 എന്ന് വെച്ചാൽ ഇന്ന് 5 മണി മുതൽ ഇത് നായകൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം എന്ന് വെച്ചാൽ രാംചരന്റെ കുറച്ച് മുന്നേ ഇറങ്ങിയ പടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ആ പടത്തിന്റെ റീ റിലീസ് വരാൻ പോവാണ് ഈ മാർച്ച് 27 എന്ന് വെച്ചാൽ ആളുടെ ബർത്ത്ഡേ ആയിട്ട്. അപ്പോൾ അതിന്റെ ബുക്കിംഗ് ഒക്കെ അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഡിപ്ലോമേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺ അബ്രഹാം അഭിനയിക്കുന്ന പടത്തിന്റെ കളക്ഷൻ 20.72 കോടി എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് ഇന്ത്യയിൽ മാത്രം. പിന്നെ തമിഴിൽ അഭിനയിക്കുന്ന ഓർഡറിലെ 2 എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഏപ്രിൽ 17 എന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ സന്താന പ്രാപ്തിരാസ്തി എന്ന് പറഞ്ഞിട്ടുള്ള പടം അവിടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ്. അത് മാർച്ച് 26 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. നാളോ ഏതോ എന്നുള്ളതാണ് പാട്ടിന്റെ പേരായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓളം എന്ന് പറഞ്ഞ പടത്തിലത്തെ പാട്ട് വരും എന്ന് പറഞ്ഞത് ഇന്നലെ 5 മണിക്ക്. അപ്പോൾ അത് അതർവേൺ ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഐ ആം ഫ്രം ഉളുന്തൂർ പേട്ട എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. എന്തായാലും വീഡിയോ സോങ്ങാണ് പുറത്തിറക്കിയിട്ടുള്ളത്. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പ്രൊമോഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബസ്സിന്റെ മുകളിലൊക്കെ ഇതിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ള ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കേടി എന്ന് പറഞ്ഞിട്ടുള്ള ധ്രുവസാരത്തിന്റെ പടത്തിലത്തെ സെറ്റ് ആക്കില്ല. കന്നഡയിൽ അങ്ങനെയാണ് പറയുന്നത്, മലയാളത്തിൽ സെറ്റ് ആവില്ല എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ആ പാട്ടിന്റെ പ്രൊമോ പുറത്തിറക്കിയിട്ടുണ്ട്. പാട്ടെന്ന് പുറത്തിറങ്ങിയാനുള്ള അറിയിച്ചിട്ടില്ല. പിന്നെ കേസരി ചാപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീച്ചർ ഈ മാർച്ച് 24 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അക്ഷയ് കുമാറും മാധവനൊക്കെ അഭിനയിക്കുന്നതാണ്. പിന്നെ സെലാർ എന്ന് പറഞ്ഞാൽ റീ റിലീസ് നിന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ 3.24 കോടിയാണ് റീ റിലീസ് ആയിട്ട് നേടാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ട്രെയിലർ മാർച്ച് 24 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുന്നുള്ള ടൈമൊന്നും അറിയിച്ചിട്ടില്ല. പിന്നെ അത് ഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ബാൻഡ് പടം ഇറങ്ങാൻ 6 കൂടിയുള്ളൂ. അപ്പോൾ 6 days to പോസ്റ്റ് വന്നു. പിന്നെ ഹിറ്റ് ചെയ്ത തേർഡ് കേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ അഭിനയിക്കുന്ന പടത്തിലത്തെ പ്രേമ വെല്ലുവ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതിന്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ട്. പാട്ട് മാർച്ച് 24 എന്ന് വെച്ചാൽ നാളെ 11 പുറത്തിറങ്ങിയ രാവിലെ. പിന്നെ തളപതി വിജയുടെ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള റീ റിലീസിന് വരുന്നുണ്ട്. അത് ഏപ്രിൽ 18 ആണെന്നുള്ള കൺഫേം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ സിംഗപ്പൂർ, ഗൾഫ്, ഓസ്ട്രേലിയ ഇവിടെയൊക്കെ ഇറക്കുന്നത് AP ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. മലേഷ്യയിൽ DMY ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇറക്കുക. അതേമാതിരി സൈലോണിലും കാനഡയിലും അയൻകരൻ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇറക്കാൻ അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി ബാക്കി കൺട്രീസിൽ വി ക്രിയേഷൻസ് ആയിരിക്കും പുറത്തിറക്കുക. പിന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരള, കർണാടക, അതേമാതിരി നോർത്ത് ഇന്ത്യ ഇവിടെയൊക്കെ PVR ആയിരിക്കും ഇറക്കുക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. അതേമാതിരി തമിഴ്നാട്ടിൽ വി ക്രിയേഷൻസ് തന്നെ ആയിരിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. പിന്നെ STR49 സിലബസ് TRന്റെ അടുത്ത പടം അതിന്റെ അനൗൺസ്മെന്റ് കുറച്ച് മുന്നേ വന്നതാണ്. എന്തായാലും ഈ പടത്തിൽ നായിക എത്താൻ പോകുന്നത് ഒന്നെങ്കിൽ മൃണാൽ താക്കൂർ ആയിരിക്കും, അല്ലെങ്കിൽ കയാ ദുലോഹർ ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആരാന്നുള്ള കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കേൾക്കുന്നത് എങ്ങനെയാണ്. പിന്നെ യോഹൻ അധ്യായം 1 എന്ന് പറഞ്ഞിട്ട് ഗൗതം വാസുദേവനും തളപതി ജയനെ വെച്ചിട്ട് എടുക്കായിരുന്നു പടം. ആ പടം പിന്നെ ഡ്രോപ്പ് ചെയ്യലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഞാൻ ആ പടത്തിൽ വിശാലായിരിക്കും നായകനായി വരിക എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. കുറച്ച് മുന്നേ വന്ന ന്യൂസാണ്, ഇപ്പോഴാണ് ഞാൻ പറയുന്നത് മാത്രം. പിന്നെ ദുൽഖർ സൽമാൻ വെച്ചിട്ട് സൗബിൻ ഷാർ ഒരു പടം എന്നുള്ള രീതിയിൽ കേട്ടായിരുന്നു. എന്തായാലും ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ഈ മെയിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ദുൽഖർ പയ്യാം ഗെയിം എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിലായിരിക്കും തുടർന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇതുവരെ ഉണ്ടായിരിക്കുക. പിന്നെ വീരധീരസൂര്യൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ ഇതിന്റെ തെലുങ്ക് ട്രെയിലർ ഇന്നലെ ലോഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രീ റിലീസ് പ്രസ് മീറ്റ് ലൈവായിട്ട് നടന്നിരുന്നു. എന്തായാലും അതിന്റെ ഫോട്ടോ ഒക്കെ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ USLത്തെ തിയേറ്റർ ലിസ്റ്റ് 1, തിയേറ്റർ ലിസ്റ്റ് 2, അതേമാതിരി തിയേറ്റർ ലിസ്റ്റ് 3 ഈ 3 ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് UBARE സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇതാണ് പോസ്റ്റർ. പിന്നെ അതേമാതിരി ഇതിന്റെ ബുക്കിംഗ് ഓപ്പൺ ആകാൻ പോകുന്നത് ഈ തിങ്കളാഴ്ച ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ മാർച്ച് 24 നാളെ. പിന്നെ പടത്തിന്റെ 5 days പോസ്റ്റർ കണ്ടിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ തഗ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള മണിരത്നം, STR, കമലഹാസൻ, AR റഹ്മാൻ ഈ കോമ്പോയിൽ വരുന്ന പടം. ഈ പടത്തിന്റെ ഒരു 75 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പടം ജൂൺ 5 റിലീസ് ആകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇഡ്ലിക്കട എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 4ാമത്തെ പടം. ഈ പടത്തിൽ അരുൺ വിജയ് ഉണ്ട്, ധനുഷ് ഉണ്ട്, നിത്യമേനൻ ഉണ്ട്. ഈ പടത്തിന്റെ റിലീസ് മാറ്റിവെക്കുന്ന രീതിയിൽ മുന്നേ കേട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറില്ല എന്നുള്ള രീതിയിലും കേട്ടായിരുന്നു. എന്തായാലും ഇതിന്റെ ഒരു ഷെഡ്യൂൾ കൂടിയും ബാക്കിയുണ്ട് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിന്റെ ഷൂട്ട് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ ഇതിന്റെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുന്നുള്ളതിനാണ് കേൾക്കാൻ സാധിക്കുന്നത്. അതേമാതിരി പടത്തിന്റെ പുതിയ റിലീസ് ഡേറ്റ് ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ അറിയിക്കുന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വരട്ടെ. പിന്നെ RC 16 രാംചരന്റെ അടുത്ത റിലീസിന് എത്താൻ പോകുന്ന പടമാണ്. ബുച്ചി ബാബുസാന എന്നായിട്ടുള്ള ആൾ ഡയറക്ഷൻ ചെയ്യുന്ന പടമാണ്. ഈ പടത്തിന്റെ ടൈറ്റിൽ റിവീലിംഗ് ഈ 27 ഉണ്ടാവും എന്നുള്ള കേൾക്കുന്നുണ്ട് രാംചരന്റെ ബർത്ത്ഡേക്ക്. എന്തായാലും പടത്തിന്റെ ടൈറ്റിലായി പറഞ്ഞ കേൾക്കുന്ന പെഡി എന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞപ്പോൾ എന്തായിട്ട് വരിക എന്നുള്ളത് കണ്ടന്റ് അറിയണം. മിക്കവാറും തന്നെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ പരശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ശിവാർത്തിന്റെ 25ാമത്തെ പടം സുധാകർ എടുക്കുന്നതാണ്. ആ പടത്തിൽ നിന്ന് രവിമോഹന്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ബേസിൽ ജോസഫിന്റെ ഒരു സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അതിന് സ്ക്രീനിൽ കാണിക്കാം. മുന്നേ കിട്ടിയിരുന്ന ആൾ മാസ്ക് ഇട്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ശരിക്കും കാണുന്ന രീതിയിൽ തന്നെയാണ് ഫോട്ടോ ഇട്ടിട്ടുള്ളത്. എന്തായാലും കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിന്റെ റിലീസായി പറഞ്ഞ കേൾക്കുന്നത് 2026 പൊങ്കലിനാണ്. വെച്ചാൽ ജനനായകൻ എന്ന് പറഞ്ഞിട്ടുള്ള തളപതി വിജയുടെ പടം പൊങ്കലിനാണ് റിലീസ് കേൾക്കുന്നത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ആയിരിക്കും മിക്കവാറും വരുന്നുണ്ടായിരിക്കുക. എന്തായാലും കണ്ടറിയാൻ എന്തൊക്കെ നടക്കാൻ പോകുന്നത്. പിന്നെ ടോക്സിക് എന്ന് പറഞ്ഞിട്ടുള്ള ഏഷ്യൻ്റെ പടം ഈ വരുന്ന ഏപ്രിലിൽ റിലീസാവായിരുന്നതാണ്. അതിന്റെ റിലീസ് ഡേറ്റ് ഒക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഡിലേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഡിസംബറിലൊക്കെ വരും എന്നുള്ളത് കേട്ടിരുന്നു. പക്ഷേ ഡിസംബറിലൊന്നുമില്ല വരാൻ പോകുന്നത്, അടുത്ത വർഷം. എന്നുവെച്ചാൽ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2026 മാർച്ച് 19 ആയിരിക്കും പടം റിലീസാവുക. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്റർ നല്ലൊരു പോസ്റ്റർ ആയിട്ടാണ് ഞാൻ തോന്നിയത്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രദീപ് രംഗാന്തന്റെ പടം തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. എന്തായാലും അതിന്റെ OST പുറത്തിറക്കിയിട്ടുണ്ട്. വേണ്ടവർക്ക് കേട്ടാവുന്നതാണ്. ലിയോൺ ജെയിംസ് ആണ് പടത്തിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നല്ല പടമായിട്ടാണ് തോന്നി. ഇതിന്റെ റേറ്റിംഗ് 10-8 ആയിട്ട് കൊടുക്കും. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടുവെക്കുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ബൈ.